ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു നാടൻ വിഭവമായ കടച്ചക്ക വറുത്തരച്ചത് ഉണ്ടാക്കാം. ഇത് പഴയ കാലം തൊട്ടിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ ചിക്കനും മട്ടനും ബീഫൊക്കെ ചേർത്ത് കടച്ചക്കയിൽ ചേർത്തിട്ട് നമ്മൾ വയ്ക്കും. പക്ഷെ ഇത് കടച്ചക്ക മാത്രം ചേർത്ത് വറുത്തരച്ചിരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കടച്ചക്ക വറുത്തരച്ച കറി ഉണ്ട്. ഈ വറുത്തരച്ച കടച്ചക്ക കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണം എന്നുള്ളത്. ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 മതിയെങ്കിൽ 2, 1 മതിയെങ്കിൽ 1, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വെളിച്ചെണ്ണ എന്തായാലും ഒഴിക്കണം. ഇനി അതിലേക്ക് നമുക്ക് 15 മുതൽ 20 വരെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ചുവന്നുള്ളിയുടെ ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ രുചി നൽകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചുവന്നുള്ളി ഒന്നിങ്ങനെ വാടി വരണം, കാരണം ചുവന്നുള്ളി വാടി വരാൻ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചുവന്നുള്ളി ചേർത്തിട്ട് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് 3 4 വറ്റൽമുളക്, ഇതൊക്കെ മൂത്ത് വരാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ് നമ്മളിതിങ്ങനെ ഓരോന്നിങ്ങനെ ആദ്യം ചേർക്കുന്നത്. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരിഞ്ചീരകം 2 3 ഏലക്ക, അത്ര തന്നെ ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, തേങ്ങ, വേപ്പില, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂപ്പിക്കുക. തേങ്ങ വറുക്കാൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. അപ്പോൾ അതുപോലെ നമുക്ക് ചിലർ എണ്ണയില്ലാതെ തേങ്ങ വറുക്കാറുണ്ട്. പക്ഷേ ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുക്കുന്നതാണ് ഈ കറിക്ക് രുചി കൂടുതൽ. നമ്മൾ കുറഞ്ഞ തീ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ കരിയും കുറേ പാകാവില്ല, അങ്ങനെ ആവരുത്. എല്ലാതും ഒരുപോലെ പാകാക്കി വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി, അത്ര തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത്, കറുത്തു പോകരുത്, വല്ലാതെ ബ്രൗൺ കളർ ആവരുത്, എന്നാലും ഈ പൊടികളൊക്കെ നമുക്കൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഈ മൂപ്പിച്ച മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ സാധാരണ മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ രുചി കൂടും കറികൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ കറികൾ, പിന്നെ നമ്മൾ വറുത്തരയ്ക്കുന്ന കറികൾ, അതിലെല്ലാത്തിലും ഈ പൊടികൾ മൂപ്പിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പച്ചവെള്ളം അല്ലാതെ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് ഈ മൂത്ത പൊടിയിലേക്ക് നല്ലത്. ഇനി നമ്മളിതിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മൂപ്പിച്ചെടുത്ത പൊടിയിലേക്ക്. ഇനി നമ്മളിതിലേക്ക് കടച്ചക്ക ചേർത്ത് വേവിക്കാൻ പോവുകയാണ്. കടച്ചക്ക എൻ്റെ ഒരു വലിയ കടച്ചക്ക ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കടച്ചക്കയുടെ അളവ് ഇത്ര വേണമെന്നൊന്നുമില്ല, കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും വിഷയമില്ല. നമുക്ക് കടച്ചക്ക പിന്നെ വലിയ നല്ല മൂത്ത കടച്ചക്കയായിരിക്കണം, കുറച്ച് വലിയ പീസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയും വേണം, കഷ്ണങ്ങളാക്കണം. പിന്നെ നമ്മൾ ഈ പൊടികളിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഒന്നിങ്ങനെ പൊടികളെല്ലാം പിടിച്ചിട്ട് ഒന്ന് വറ്റി വരെയും വേണം. പിന്നെ അതോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത്, നമ്മൾ പറഞ്ഞല്ലോ ചുവന്നുള്ളിയുടെ ഫ്ലേവറാണ് ഈ കറിയിൽ കൂടുതലെന്ന്. അപ്പം ഞാനൊരു 30 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില. ഇതിൽ വെളുത്തുള്ളി ഇല്ല കേട്ടോ, വെളുത്തുള്ളി നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നതിൽ മാത്രമേ വെളുത്തുള്ളി ചേർക്കുന്നുള്ളൂ. നമ്മൾ ചുവന്നുള്ളിയാണ് അധികം ചേർക്കുന്നത്, സവോള ചേർക്കരുത് കേട്ടോ. സവോള ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും ഇതിൻ്റെ രുചി നമുക്ക് കിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. നമ്മൾ ആദ്യം ചേർത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, കാരണം നല്ല മൂത്ത കടച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതൊക്കെ തിളച്ചു, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. അതൊരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വെന്ത് കിട്ടും, നല്ല മൂത്ത കടച്ചക്കയാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പക്ഷേ കടച്ചക്ക മുഴുവനായിട്ട് വെന്തിട്ടില്ല കേട്ടോ. ഈ സമയത്ത് നമ്മൾ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്, കാരണം കടച്ചക്ക ബാക്കി വേവണം. പിന്നെ ഇത് കുറച്ചിങ്ങനെ ചാറായിട്ടുള്ള കറിയാണ് നമ്മുടെ കടച്ചക്ക വറുത്തരച്ചത്. അപ്പം നമ്മൾ അരപ്പിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കാം, ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടച്ചക്ക ബാക്കി കൂടി വേവട്ടെ. അതിനിടയിൽ നമുക്ക് ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ. ശരിക്കും പറഞ്ഞെങ്കിൽ വറുത്തരപ്പിൽ ആരും അങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കില്ല, പക്ഷേ നമ്മുടെ വറുത്തരച്ച കറിക്ക് എപ്പോഴും കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചി കൂടും നമ്മുടെ വറുത്തരച്ച കറികൾക്ക്. അത് എന്ത് കറികളും, കടച്ചക്കൊന്നുമില്ല, എന്ത് വറുത്തരച്ച കറികൾക്കായാലും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു താളിപ്പുണ്ട്. അതിന് നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ചേർക്കാൻ പോകുന്നത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ഒരു ചുവന്നുള്ളി ആയില്ലേ നമ്മളിതിൽ ഉപയോഗിക്കുന്നത്, അതുതന്നെയാണ് ഈ കറിയുടെ രുചിയും. പിന്നെ കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചൊഴിക്കാം. ഈ ഉള്ളിയും വേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ്. അപ്പോൾ അത് തന്നെ ഞങ്ങളിവിടെ മീൻ കറിയിൽ ചേർക്കാറുണ്ട്, ചിക്കൻ കറിയിൽ ചേർക്കാറുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള വറുത്തരച്ച കറികളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം മൂത്തു, നമ്മളത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് ഇളക്കാതെ കുറച്ച് നേരം മൂടി വയ്ക്കുന്നത് നല്ലതാണ്. ഇളക്കിയാലും കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം മൂടി വെച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ അപ്പം മൂടി വയ്ക്കുന്നില്ല, ശരിക്കും നമ്മൾ താളിപ്പ് ഒഴിച്ചിട്ട് കറി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ചെയ്യാം. ഈ കടച്ചക്ക വറുത്തരച്ച പോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ്, പിന്നെ കൂർക്ക, അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അതെല്ലാതും നമുക്ക് ഈ രീതിയിൽ കടച്ചക്ക വറുത്തരച്ചിട്ട് വെച്ച പോലെ വയ്ക്കാം. നല്ല രുചിയാണ്. ഇനി അത് ചിക്കൻ, മട്ടൻ, ബീഫ് അതിൻ്റെ ഒക്കെ ഒപ്പം ചേർത്ത് വയ്ക്കാം, ഞണ്ടിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കാം, ചിമ്മീൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കാം. എല്ലാതും ഇതേ റെസിപ്പി തന്നെ ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്ത രുചിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.